السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. قال الله سبحانه وتعالى: إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. صدق الله المولانا العظيم. وقال نبينا ورسولنا محمد صلى الله عليه وسلم: وأنا غياث لمن أكثر الصلاة علي. صدق رسول الله. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വേദിയിൽ ഉപവിഷ്ടരായ ഉസ്താദുമാരെ, കമ്മിറ്റി ഭാരവാഹികളെ, ഈ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ സഹോദര സഹോദരിമാർ, അല്ലാഹു തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഇന്നത്തെ ഈ സ്വലാത്ത് മജ്ലിസ് നടക്കുന്ന ഹബീബായ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അതിമഹത്തായ സദസ്സാണ്. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്കറിയുന്നത് പോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അല്പം സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ മഹത്തായ സദസ്സിലേക്ക് എത്തിച്ചേരും. അതിനു മുമ്പ് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ ദുനിയാവിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഈ സ്വലാത്ത് മജ്ലിസ് പരിഹാരമാണ്. പക്ഷേ നമ്മുടെ നിയ്യത്ത് നന്നാകണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല ഈ സ്വലാത്ത് മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദര സഹോദരിമാർ, മുഅ്മിനു മുഅ്മിനാത്തുകളുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷം സലാത്ത് മജ്ലിസ് നടന്നപ്പോൾ അതിനുവേണ്ടി നല്ല സംഭാവനകൾ ഏറ്റെടുത്തവരുണ്ട്, അത് എത്തിച്ചവരുണ്ട്. ഈ മജ്ലിസിലേക്ക് നല്ല സംഭാവന കൊണ്ടുവന്നവർ, പല ഉദ്ദേശങ്ങൾ കരുതിയിരിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളെ എല്ലാവർക്കും ദുആ ചെയ്യും. ആ തങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടു കൂടി നാം ഇരിക്കുക. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിർ സമാന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്താണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ
ഖിയാമത്ത് നാളാകുമ്പോൾ അപകടങ്ങളും പെടുന്നനെയുള്ള രോഗങ്ങളും പെടുന്നനെയുള്ള മരണങ്ങളും എല്ലാം അധികരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലേ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കൂടുന്തോറും അപകടങ്ങളുടെ വാർത്തകളാണ്, പെടുന്നനെയുള്ള മരണങ്ങളുടെ വാർത്തകളാണ്. നല്ല ആരോഗ്യത്തിലിരിക്കുന്ന ആൾ പെടുന്നനെ ഒരു മാരകമായ രോഗം പിടിപെട്ട് കിടത്തത്തിലാവുകയാണ്. ഇങ്ങനെയുള്ള രോഗങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള മാരകമായ സർവ്വരോഗങ്ങളെ തൊട്ട് അല്ലാഹു തആല നമ്മയും കുടുംബത്തെയും ഉസ്താദുമാരെയും അല്ലാഹു തആല കാത്ത് സലാമത്താക്കുമാറാകട്ടെ. ഇതിനെല്ലാം പരിഹാരമാണ് ഹബീബായ തങ്ങളുടെ സലാത്ത് മജ്ലിസ്. എനിക്കൊരു സംഭവം ഓർമ്മ വരികയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ക്ഷാമം വരികയാണ്, വരൾച്ച വരികയാണ്. വല്ലാത്ത പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, വരൾച്ചകൾ, കുടിക്കാൻ വെള്ളമില്ല. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉണ്ടാവുകയാണ്. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇങ്ങനെയുള്ള വരൾച്ചകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായപ്പോ അന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു സഹാബി, ആ സഹാബിയുടെ പേര് ബിലാൽ ബിൻ ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്തേക്ക് പോവുകയാണ്. റൗളാ ഷരീഫിന്റെ ഹബീബായ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ലോകത്ത് ഏറ്റവും പുണ്യമുള്ള ഗേഹം, ലോകത്ത് ഏറ്റവും പുണ്യമുള്ള ഭവനം, ആ ഹബീബായ തങ്ങളുടെ റൗളാ ഷരീഫിന്റെ അടുത്തേക്ക് ബിലാൽ ബിൻ ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹു ആ തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് പോവുകയാണ്. പോയിക്കൊണ്ട് ഹബീബായ തങ്ങള് മരിച്ചുപോയ, വഫാത്തായി പോയ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വന്ന് ബഹുമാനപ്പെട്ട ബിലാൽ ബിൻ ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹു അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ഹബീബായ തങ്ങളുടെ വിളിച്ചുകൊണ്ട് ശഫാഅത്ത് സഹായം തേടുകയാണ്. തങ്ങളെ കൊണ്ട് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ, ഇസ്തസ്കീ ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. ഓ അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ ഉമ്മത്ത് ഇവിടെ വരൾച്ച ബാധിച്ചിരിക്കുകയാണ്, ഇവിടെ വെള്ളമില്ലാതെ പ്രയാസപ്പെടുകയാണ്, അവരിവിടെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരുടെ കൃഷികൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ് നബിയേ, അതുകൊണ്ട് മഴ വേണം നബിയേ. ആരോടാണ് ചോദിക്കുന്നത്? ഹയാത്തുള്ള നബിയോടല്ല, മരിച്ച് അതേ വഫാത്തായി പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ആ വഫാത്തായി പോയ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വന്ന് ബിലാൽ ബിൻ ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ നബിയേ, ഇവിടെ ജനങ്ങൾ പ്രയാസത്തിലാണ്, വെള്ളമില്ലാതെ കഷ്ടപ്പാടിലാണ്, മഴ വേണം നബിയേ. ദർഗയിലേക്ക് പോയി, അജ്മീരിലോ ഉള്ളാളത്തേക്കോ മടവൂരിലേക്കോ പോയി
അവിടുത്തെ ദർഗയിലുള്ള വലിയനോട്, ഔലിയാക്കന്മാരിലോട് എന്തെങ്കിലും ഒരു സഹായം തേടുന്നത് അത് ശിർക്കാണെന്ന് പറയുന്ന സർവപുത്തനാശയക്കാരും ഹബീബായ തങ്ങൾ പറഞ്ഞ ഹദീസ് കണ്ടില്ലേ? ആ ഹബീബായ തങ്ങളുടെ സഹാബികള്, തങ്ങൾ കണ്ട, തങ്ങൾ പഠിപ്പിച്ച സഹാബികള്, ആ സഹാബികളതാ ഹബീബായ തങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് പോയി വഫാത്തിൻ്റെ ശേഷം പോയി സഹായം ചോദിക്കുകയാണ്. ഈ സമയത്തതാ ആ സഹാബി സഹായം തേടി മടങ്ങിപ്പോയി. അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ സ്വപ്നത്തിൽ വന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്, إيتي عمر فأقره السلام وأخبره أنكم مسقون. ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത്? അതേ, ആ സ്വപ്നത്തിൽ വന്ന് ബിലാൽ ബിൻ ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഓ ബിലാലേ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പോകണം, എൻ്റെ ഒരു സലാം പറയണം, എന്നിട്ട് നീ പറയണം അതാ നിങ്ങൾക്ക് മഴ വർഷിക്കുമെന്ന് ആ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണമെന്ന്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോകണമെന്ന് ഹബീബായ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു വന്നത്, എത്ര ആളുകളാണ് പ്രയാസം അനുഭവിക്കുന്നവർ, എത്ര ആളുകളാണ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അതുപോലെ കല്യാണം കഴിക്കാൻ പ്രായമെത്തിയ പെൺകുട്ടികൾ, അവർക്ക് വിവാഹം പ്രായം എത്തിയിട്ടും ഒരു പൊതു ശരിയാകാതെ പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ എന്തെല്ലാം ഈ ദുനിയാവിലുള്ള പ്രയാസങ്ങളുണ്ടോ. മക്കളില്ലാത്തവരുണ്ടോ, വിസ ശരിയാകാത്തവരുണ്ടോ, വീടില്ലാത്തവരുണ്ടോ, ജോലിയില്ലാത്തവരുണ്ടോ, എല്ലാത്തിനും പരിഹാരം അതിവിടെയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പരിഹാരമാണ്, അതിന് പരിഹാരമാണ്. അതുകൊണ്ട് ആ തങ്ങളുടെ പേരിൽ സ്വലാത്ത് അത് നാം വർദ്ധിപ്പിക്കണം. നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ സ്വലാത്ത് മജ്ലിസിൽ ആഴ്ചയിൽ നടക്കുമ്പോൾ കേവലം ഒരു കാമണിക്കൂർ 20 മിനിറ്റ് മാത്രമാണ് സ്വലാത്ത് ഉള്ളത്. ആ സമയത്ത് എവിടെയും ഇരിക്കാതെ, ഒരു വീട്ടിലോ അങ്ങാടികളിലോ റോഡ് സൈഡുകളിലോ ഇരിക്കാതെ, കേവലം നടക്കുന്ന ആഴ്ചയിൽ നടത്തുന്ന 20 മിനിറ്റ് ആ സ്വലാത്ത് മജ്ലിസിലേക്ക് വന്നിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ട് പരിഹരിക്കപ്പെടും. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ശഅബാൻ മാസത്തിൻ്റെ അവസാനമാണ്, കഴിഞ്ഞുപോയി. അടുത്ത് വരുന്ന മാസം നാം ഏവരും കാത്തിരിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഓരോ മുഅ്മിനിൻ്റെ ഹൃദയം ആവേശം കൊള്ളുന്ന ഒരു മാസത്തേക്കാണ് നാം കടന്നു വരുന്നത്. ആ മാസം വരുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതുപോലെ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. ഓരോ മുഅ്മിനിൻ്റെ നെഞ്ചത്തേക്കാണ് ഈ ചോദ്യം. ഈ ദുനിയാവിലും ആരും നിലനിൽക്കുകയില്ല. ഈ ദുനിയാവ് താൽക്കാലികമാണ്, മരിച്ചു പോകേണ്ടവരാണ്. എപ്പോഴാണ് മരിച്ചു പോകേണ്ടതെന്ന് ഒരാൾക്കും അല്ലാഹു ഡേറ്റ് കൊടുത്തിട്ടില്ല. ഈ അടുത്തല്ലേ നമ്മുടെ എല്ലാമായ നാം ഏവരും ആ വഅദ് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കേവലം 42 വയസ്സ് മാത്രം പ്രായമായ ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ്, അന്ന് രാത്രി വഅദ് പറഞ്ഞ് കിടന്നുറങ്ങിയ മസ്ഊദ് സഖാഫി ഉസ്താദ് സുബഹി നിസ്കരിച്ച ഉടനെ നെഞ്ഞുവേദന വന്ന് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയില്ലേ. ആരും വിചാരിച്ചതല്ലല്ലോ, ഇങ്ങനെ മരണത്തിന് സമയമില്ല, എപ്പോഴാണ് മരിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ചെറുപ്പക്കാരനാണ്, കുറച്ച് വയസ്സായതിൻ്റെ ശേഷം ഇബാദത്ത് എടുക്കാം, ജമാഅത്തിലേക്ക് പോകാം, അങ്ങനെ ആരും വിചാരിച്ചു പോകണ്ട.
മരണത്തിൻ്റെ ഡേറ്റ് അറിയുന്ന ഒരാളും ഈ ലോകത്തില്ല. അല്ലാഹു തആല ആർക്കും അത് അറിയിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എപ്പോഴാണ് മരണം വരിക എന്ന് അറിയില്ല. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ മാസം വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും നല്ല ഒരു പ്രതിജ്ഞ എടുക്കണം. ഈ സദസ്സിലിരിക്കുന്ന എല്ലാ ആളുകളും നല്ല ഒരു പ്രതിജ്ഞ എടുക്കണം. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ റമളാൻ തുടക്കം മുതൽ ഒടുക്കം വരെ 30 ദിവസവും ഇൻഷാ അല്ലാഹ് 30 ദിവസം കിട്ടിയാൽ 30 ദിവസവും ഒരു തറാവീഹും ഞാൻ ഒഴിവാക്കുകയില്ല എന്ന് നല്ല നിയ്യത്ത് ഇൻഷാ അല്ലാഹ് എടുക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നോമ്പ് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയില്ലേ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോടാണ് അല്ലാഹു വിളിച്ചു പറയുന്നത്. അതേ കുതിബ അലൈക്കുമുസ് സിയാം, റമളാൻ മാസത്തിലുള്ള നോമ്പ് അത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. നിർബന്ധമാക്കി എന്ന് പറഞ്ഞാൽ അത് പിടിക്കൽ നിർബന്ധമാണ്. അതെത്ര ചൂടുണ്ടായാലും, അത് എന്ത് പണിയെടുക്കുന്ന ആളായാലും, അത് വെയിലത്ത് പണിയെടുക്കുന്ന ആളായാലും ഒരിക്കലും നോമ്പൊഴിവാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല കേട്ടോ. നോമ്പെടുക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. എത്ര നോമ്പ് ബാക്കിയുണ്ടോ, ഒരു വർഷം കഴിയുമ്പോൾ ആ ഒരു വർഷത്തിൻ്റെ നോമ്പ് മാത്രമല്ല, ഒരു മുദ്ദ് ഭക്ഷണവും അരിയും കൊടുക്കണം. ഇങ്ങനെ 10 വർഷം കഴിഞ്ഞാൽ 10 വർഷത്തിൻ്റെ മുമ്പ് ഒഴിവാക്കിയ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ 10 വർഷത്തിൻ്റെ മുദ്ദും അരിയും കൊടുത്ത് ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അങ്ങനെ ഖളാ വീട്ടാതെ പ്രായപൂർത്തി എത്തിയതിൻ്റെ ശേഷം ആരെങ്കിലും നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. ആർക്കെങ്കിലും അത് ബാക്കിയുണ്ടെങ്കിൽ നാളെ ഖബറിലേക്ക് എത്തിയാൽ, മഹ്ശറിലേക്ക് എത്തിയാൽ അതങ്ങനെ തന്നെ ബാക്കിയായി ഉണ്ടാകും. ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. അത് എത്ര തൗബ ചെയ്താലും ഖളാ ഉള്ള നോമ്പ് അത് വീട്ടൽ നിർബന്ധമാണ്. ഖളാ ഉള്ള നിസ്കാരം അത് വീട്ടൽ നിർബന്ധമാണ്. അതിനൊരു രക്ഷയുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നല്ല ചൂടുള്ള സമയത്ത് പുറത്ത് പണിയെടുക്കുന്ന ആളായാലും എത്ര പ്രയാസമായാലും നോമ്പ് ഒഴിവാക്കല്ലേ. അല്ലാഹുവിൻ്റെ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമൂഹമുണ്ടല്ലോ, ഹബീബായ തങ്ങളുടെ മുമ്പുള്ള സമൂഹമുണ്ടല്ലോ, അവർക്കും അതേ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയതെന്നറിയോ? നിങ്ങളെ പട്ടിണി കിടത്തി വിഷമിപ്പിക്കാനല്ല. ആ നോമ്പിനെ നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖിയാകാൻ വേണ്ടി, തഖ്വയുള്ളവരാകാൻ വേണ്ടി, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടിയാണ് പരിശുദ്ധമായ ഇസ്ലാം നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത്. അതെ, നിങ്ങൾ നന്നാകാൻ കാരണമാണ്. അസ്സൗമു ജുന്നാ, നോമ്പെന്നുള്ളത് പരിചയാണ്. നിങ്ങളെ ഹൃദയത്തെ കാക്കുന്ന പരിചയാണ്. ഹറാമുകളിൽ നിന്ന് തടുക്കാനുള്ള പരിചയാണ് നോമ്പെന്നുള്ളത്. ആ നോമ്പ് പിടിക്കണം. നമ്മുടെ മക്കൾക്ക്
ആ നോമ്പ് പിടിച്ച് നാം പരിശീലിപ്പിക്കണം. 7 വയസ്സായതിൻ്റെ ശേഷം ഒരു ദിവസം ഫുള്ള് പിടിക്കാൻ പറ്റിയില്ലെങ്കിലും എത്രയേറെ പിടിക്കുന്നോ അങ്ങനെ പിടിപ്പിച്ച് നോമ്പിനെ ശീലിപ്പിക്കണം. നമ്മുടെ കുട്ടികൾക്ക് അതങ്ങനെ ശീലിച്ചാൽ പിന്നെ നോമ്പ് പിടിക്കുന്നവരാകും. പ്രായപൂർത്തി എത്തിയതിൻ്റെ ശേഷം നോമ്പ് പിടിക്കല്ലത് നിർബന്ധമാണ്. അങ്ങനെ നോമ്പ് പിടിച്ചാൽ നമ്മുടെ മക്കളും നാമും തഖ്വയുള്ളവരാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. തഖ്വയുള്ളവരാകണം, നന്നാകണം, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം. സുബ്ഹാനല്ലാഹ്, എന്തൊരു കാലത്താണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തല്ലേ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ സ്റ്റേറ്റായ കേരളത്തിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരൽപ്പം മുമ്പ് ഒരു ഉമ്മാനെ സ്വന്തം മകൻ കൊന്നുകളഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഈ ആഴ്ചയിൽ നടന്ന സംഭവം 23 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഒരു വീട്ടിലെ 5 ആളുകളെ അറുത്തു കൊല്ലുകയാണ്. 5 ആളുകളെ അറുത്തു കൊന്നു. സുബ്ഹാനല്ലാഹ്, ഉമ്മാനെയും കൊല്ലാൻ നോക്കി, പക്ഷേ ഉമ്മ രക്ഷപ്പെട്ടുപോയി. അടുത്തല്ലേ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ വഴിതെറ്റി പോവുകയാണ്. കഞ്ചാവിലേക്കും കല്ലുകുടിയിലേക്കും ഇങ്ങനെ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മക്കളെ കാക്കേണ്ടത് നമ്മുടെ നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ആ മക്കൾക്ക് നോമ്പ് പിടിച്ചാൽ, ആ മക്കൾ നിസ്കരിച്ചാൽ ഒരിക്കലും നമ്മുടെ മക്കൾ തെറ്റിപ്പോവുകയില്ല. ഒരു സംഭവമല്ലേ എനിക്ക് ഓർമ്മ വരുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു ഒരു രാത്രി ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം കാണുന്നത്? ഒരു വലിയ ഖബർസ്ഥാനം, ആ മക്ബറയുടെ സ്വപ്നം കാണുന്നു. എല്ലാ മക്ബറയിലുള്ള ഖബറുകളതാ, ആ ഖബറുകളെല്ലാം പൊട്ടിപ്പിളർന്നുകൊണ്ട് ഖബറിലുള്ള ആളുകളെല്ലാം പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് അവരുടെ ഖബറിന്റെ മുമ്പിലതാ, അവർ ഖബറിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സ്വപ്നം കാണുന്നു. ആ ഖബറിന്റെ പുറത്ത് വന്ന എല്ലാ ആളുകളും സുബ്ഹാനല്ലാഹ് അവരുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാ ഖബറുകളും അവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഖബർ മാത്രം അവിടുന്ന് പ്രകാശിക്കുന്നില്ല. അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു ആ ഖബറാലിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ, എന്തേ നിന്റെ ഖബർ ഇങ്ങനെ പ്രകാശിക്കാത്തത്? എല്ലാവരുടെ ഖബറും ഇവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയല്ലോ. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നു, എല്ലാ ഖബറാളികൾക്കും അവർക്ക് മക്കളുണ്ട്. അവരുടെ മക്കൾ സാലിഹീങ്ങളായ മക്കളാണ്. എല്ലാ ഖബറാളികൾക്കും സഹോദരന്മാരുണ്ട്, ഫ്രണ്ട്സുമാരുണ്ട്. അവരുടെ എല്ലാ കൂട്ടുകാരും നല്ലവരാണ്. അവരെല്ലാ ദിക്ർ മജ്ലിസിലേക്ക് പോയി അവർക്ക് വേണ്ടി അവർ ദുആ ചെയ്യുന്നു. അവരുടെ മക്കളതാ, അവർ നല്ല സ്വലാത്ത് മജ്ലിസിലേക്ക് പോയി, ദിക്ർ മജ്ലിസിലേക്ക് പോയി ഇരുന്ന് അവിടെ ദുആ ചെയ്യുന്നു. അങ്ങനെയാണ് അവരുടെ ഖബറിനെ പ്രകാശിക്കുന്നത്. പക്ഷേ എനിക്കൊരു മകനുണ്ടോ, വകാനലി ഇബ്നുൻ ഗൈറ സാലിഹ്, എനിക്കൊരു മകനുണ്ട്, പക്ഷേ ആ മകൻ സാലിഹല്ലാത്ത മകനാണ്. അവന് തമ്മാടിയാണ്. അവൻ്റെ കൂട്ടുകാർ പള്ളിയിലേക്ക് വരാത്ത, ജമാഅത്തിലേക്ക് വരാത്ത, റോഡ് സൈഡുകളിലും ഇങ്ങനെ ക്ലബ്ബുകളിലും തമ്പടിച്ചിരിക്കുന്നവരുടെ കൂടെ കൂടുന്ന കൂട്ടുകാരനാണ് അവർക്കുള്ളത്. പക്ഷേ എൻ്റെ മകന് എനിക്കൊരു ദിവസവും ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നില്ല. എൻ്റെ മകന് എൻ്റെ പേരിൽ സദഖ കൊടുക്കുന്നില്ല, എൻ്റെ പേരിൽ ഹദിയ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഒരു മകനാണ് എനിക്കുള്ളതെന്ന് അബൂ ഖിലാബ റളിയല്ലാഹു അൻഹുവിനോട് ആ ഖബറിന്റെ മനുഷ്യൻ പറഞ്ഞപ്പോ, സുബ്ഹാനല്ലാഹ്, ഈ അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്തേക്ക് പോവുകയാണ്.
പോയിക്കൊണ്ട് പറയുന്നു, നിന്റെ ബാപ്പാനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെ ഖബറിൻ്റെ അടുത്ത് നോക്കുമ്പോൾ നല്ല പ്രകാശമാണ്. നിന്റെ ബാപ്പാൻ്റെ ഖബർ അവിടെ പ്രകാശിക്കുന്നില്ല. കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മകൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മകനാണ്, പള്ളിയിൽ സ്വലാത്ത് നടക്കുമ്പോൾ ഇരിക്കാത്ത മകനാണ്, വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഫാത്തിഹ ഓതി മുഅവ്വിദത്തൈനും ഇഖ്ലാസും ഓതി അവിടെ ദുആ ചെയ്യുമ്പോൾ അതിലിരിക്കാത്ത മകനാണ്. ഇങ്ങനെ എൻ്റെ മകനതാ എനിക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് നിന്റെ ബാപ്പയതാ കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് മോനെ നീ എങ്ങനെ ചെയ്യുന്നത്? നിന്റെ ബാപ്പ ഖബറിൽ പ്രയാസപ്പെടുകയല്ലേ? ഇങ്ങനെ സുബ്ഹാനല്ലാഹ് അയാൾ പറഞ്ഞപ്പോ ആ മകൻ്റെ മനസ്സ് വേദനിച്ചു പോയി. ആ മകൻ പറഞ്ഞു, ഇനി മുതൽ ഞാൻ നന്നാകും, ഇനി മുതൽ ഞാനിതാ നന്നാകും. എൻ്റെ ബാപ്പാൻ്റെ പേരിൽ ഞാൻ സദഖ കൊടുക്കും, എൻ്റെ ബാപ്പാൻ്റെ പേരിൽ ഞാൻ ദിക്ർ ഹദിയ ചെയ്യും, ഖുർആൻ ഓതും എന്ന് ആ മകൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അബൂ കിലാബ റളിയല്ലാഹു അൻഹു വീണ്ടും ആ മനുഷ്യനെ സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് ഖബർ നല്ല പ്രകാശിക്കുകയാണ്. ഖബർ നല്ല പ്രകാശിക്കുകയാണ്. സന്തോഷത്തോടെ ആ ഖബറിൻ്റെ മുമ്പിൽ അയാൾ ഇരിക്കുകയാണ്. അപ്പോൾ അബൂ കിലാബ് ചോദിച്ചു, എന്തേ നിങ്ങളുടെ ഖബർ പ്രകാശിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ ആ ഖബറാളി പറയുന്നു, നിങ്ങൾക്ക് വലിയ നന്ദി പറയാനുണ്ട്. എൻ്റെ മകൻ്റെ അടുത്ത് പോയി നിങ്ങൾ പറഞ്ഞല്ലോ, അന്ന് മുതൽ ഇതാ ഒരു ദിവസം ഒഴിവാവാതെ എൻ്റെ പേരിൽ അതാ അവൻ ഖുർആൻ ഓതുന്നു, സ്വതക്ക കൊടുക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഞാനിപ്പോൾ സന്തോഷത്തിലാണ്, ഞാൻ വളരെ ഹാപ്പിയിലാണ് എന്ന് ആ ഖബറിൻ്റെ അടുത്തുള്ള മനുഷ്യൻ പറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഉമ്മമാർ, എൻ്റെ ബാപ്പമാർ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ നന്നായില്ലെങ്കിലുള്ള അവസ്ഥ ഇതാണ്. നമ്മുടെ മക്കൾ നല്ല നിസ്കരിക്കുന്ന മക്കളാണെങ്കിൽ, സ്വലാത്ത് മജ്ലിസിലേക്ക് വരുന്ന മക്കളാണെങ്കിൽ, അവർക്കുള്ള കൂട്ടുകാർ നല്ല കൂട്ടുകാരാണെങ്കിൽ നാം ഖബറിൽ സന്തോഷത്തോടു കൂടി കിടക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതാ ഇതുപോലത്തെ അവസ്ഥയാണ്, നാളെ ഖബറിൽ കിടന്ന് പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മക്കളെ സൂക്ഷിക്കണം, നമ്മുടെ മക്കൾ നന്നാകണം, അവരുടെ കൂട്ടുകെട്ട് നന്നാകണം. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ മജ്ലിസ് നടക്കുമ്പോൾ എല്ലാത്തിലും അതിലിരുന്ന്, ഇവിടെ നടക്കുന്ന ഒരു മജ്ലിസിലും ഇവിടെ മരിച്ച ആളുകൾക്ക് ദുആ ചെയ്യാതിരിക്കൂലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ മരിച്ചിട്ടുണ്ടാകും, ബാപ്പമാർ, ഉമ്മമാർ, ഉപ്പാപ്പ, ഉമ്മാമ തുടങ്ങിയ കുടുംബത്തിലെ പല അംഗങ്ങളും മരിച്ചിട്ടുണ്ടാകും. അവരുടെ ഖബറിലേക്ക് എന്നും നാം ഹദ്യ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ദിവസങ്ങൾ വരുമ്പോൾ, നല്ല സമയങ്ങൾ വരുമ്പോൾ അവരുടെ പേരിൽ ധാരാളം സ്വതക്കുകൾ നാം കൊടുക്കണം. നിങ്ങൾ മരിച്ചുപോയ നിങ്ങളുടെ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ജ്യേഷ്ഠാനുജന്മാരുടെ പേരിൽ നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ മക്കളും അതുപോലെ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച എഴുന്നേറ്റ് ഓടുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കളും വെള്ളിയാഴ്ച പള്ളിയിൽ ഇരിക്കൂല, അവരും എഴുന്നേറ്റ് ഓടും. നാളെ ഖബറിൽ നിങ്ങളും പ്രയാസപ്പെടേണ്ടി വരും. നിങ്ങൾ സ്വലാത്ത് മജ്ലിസിലും നല്ല കൂട്ടുകെട്ടും നല്ല ദിക്ർ മജ്ലിസിലും നിങ്ങളിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. എൻ്റെ ബാപ്പ എല്ലാ ദിവസം പള്ളിയിൽ പോകുന്നു, ആ ബാപ്പാണെങ്ങനെ തുടർന്നുകൊണ്ട് ആ മക്കളും അതുപോലെ ചെയ്യും. മക്കൾ ഏറ്റവും കൂടുതൽ അനുഗമിക്കുന്നത് അവരുടെ മാതാപിതാക്കളെയാണ്. മാതാപിതാക്കൾ വീട്ടിൽ എന്താണോ പരസ്പരം വഴക്ക്, അങ്ങോട്ടും ഇങ്ങോട്ട് ഈ വേണ്ടാത്ത ശബ്ദങ്ങൾ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ, ചീത്ത പറയുകയാണെങ്കിൽ നമ്മുടെ മക്കളും അതുപോലെയാകും.
നമ്മുടെ വീട്ടിലുള്ള മക്കള് ആ മാതാപിതാക്കളുടെ സ്വഭാവമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നന്നാകണം, നിങ്ങൾ ജമാഅത്തിലേക്ക് വരണം, സലാത്തിലേക്ക് പോകണം, വെള്ളിയാഴ്ച ദുആ ചെയ്യുമ്പോൾ അവിടെ ഇരിക്കണം. ഇങ്ങനെ നല്ല സദസ്സിലേക്ക് വന്നിരുന്നാൽ നിങ്ങളെ കണ്ട് നിങ്ങളെ മക്കളും അതാ നിങ്ങളെ പോലെ നന്നാകും. അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ.